ഗുഡ്വിൽ അക്കാഡമി ഓഫ് കൊമേഴ്സ് ആൻഡ് റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസ് ആണ്. ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഡെഫിനിഷൻ ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനിഷൻ തെറ്റുകൂടാതെ അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ്. ഇവിടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് the process of getting things done with the aim of achieving goals of an organization effectively and efficiently. അപ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, മാനേജ്മെന്റിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് തിങ്സ് ഡൺ, അതായത് നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും നമ്മളത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. അപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിരിക്കുന്ന 8 ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഈസ് മെന്റ് ഫോർ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. Organizational goals vary between different organizations. The goal of a trading concern is to earn maximum profit. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും മാറുന്നതനുസരിച്ച് ഈ ലക്ഷ്യം മാറും. അപ്പോൾ അതുപോലെ ഒരു ട്രേഡിംഗ് ഫേമിന്റെ ഓർഗനൈസേഷണൽ ഗോൾ എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഇതാണ് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഗോൾ എന്ന് പറയുന്നത് ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പം ഒരു ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി മാനേജ്മെന്റ് ഈസ് ഓൾ പെർവസീവ്. ഈ പെർവസീവ് എന്ന് പറഞ്ഞ വാക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം മാനേജ്മെന്റ് എല്ലാ ഭാഗത്തും, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് അല്ലെങ്കിൽ അതിനെ ബിസിനസിന്റെ ഐഡിയ തൊട്ട് അതിന്റെ എൻ പോയിന്റ്, മീൻസ് എൻ പോയിന്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ എൻ പോയിന്റ് എന്ന് പറയുന്നത് ബിസിനസ് അവസാനിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈവൻ ആ എൻ പോയിന്റിൽ പോലും മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം മാനേജ്മെന്റ് എല്ലായിടത്തും ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രോസസ്സിലാണെങ്കിലും, അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ഐഡിയയിൽ, അതിന്റെ ഡിസൈനിൽ, അതിന്റെ പ്രൊഡക്ഷനിൽ, അതിന്റെ സെയിൽസിൽ, മാർക്കറ്റിംഗിൽ, സെയിൽസിൽ, ഇങ്ങനെയുള്ള എല്ലാ പോയിന്റിലും മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഈസ് പെർവസീവ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ. The activities involved in managing an enterprise are common to all organizations, whether economic, social or political. അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും the activities involved in management or enterprise are common in all organization. അപ്പം എല്ലാ ഓർഗനൈസേഷനിലും മാനേജ്മെന്റിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഈസ് ഓൾ പെർവസീവ്. മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. അതായത് മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ പല മുഖങ്ങളുള്ള എന്നാണ്. മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. ഇൻ ഓർഡർ ടു സർവൈവ് എനി ബിസിനസ് ഓർഗനൈസേഷൻ ഹാസ് ടു ഡീൽ വിത്ത് സം ബേസിക് പ്രോഡക്ട്സ് ഓർ സർവീസ്. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനും മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി അതിനകത്തുണ്ടാവും. ആ പ്രവൃത്തിയാണ് ഈ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനും സഹായിക്കുന്നത്. ദിസ് റിക്വയർസ് എ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ വിച്ച് റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട്. അപ്പോൾ ആ ബിസിനസ്സിനകത്തുള്ള എല്ലാ റിസോഴ്സസും ഈ ഒരു ഡിസൈർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ നമ്മുടെ റിസൾട്ട്, ആ റിസൾട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലേക്ക് എല്ലാ റിസോഴ്സസിനെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഫോർത്ത് മെയിൻ പോയിന്റ്, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നുള്ളതാണ്. നമുക്കറിയാം മാനേജ്മെന്റ്, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മാനേജ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ടു എൻഡ് വരെയും നമുക്ക് മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രം പോരാ. കാരണം ഇപ്പോൾ പ്രോഡക്റ്റ് ഡിസൈനിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിലോ അല്ലെങ്കിൽ സെയിൽസിലോ ഇത് മാത്രം പോരാ.
ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ്, അതായത് നിരന്തരമുള്ളൊരു പ്രോസസ്സാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കി സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാനേജ്മെന്റ് തീരുന്നില്ല, അതൊരു കണ്ടിന്യൂസ് ആണ്. സോ അത് ഞാൻ വായിക്കാം. മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് ഓർ നെവർ എൻഡിങ് ഫംഗ്ഷൻ. It is concerned with constantly identifying the problem and solving them by taking appropriate actions. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഇമ്മീഡിയറ്റ്ലി അത് ഐഡന്റിഫൈ ചെയ്യാനും സോൾവ് ചെയ്യാനും എല്ലാം മാനേജ്മെന്റ് അവിടെ വേണം. അടുത്ത, മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. An organization consists of diverse individuals with different needs. Every member joins the organization for different purposes. അപ്പം ഡൈവേഴ്സ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡിഫറെന്റ് നീഡ്സ്, അതായത് ഓരോ ആൾക്കാരും അതിനകത്ത് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും പല പല ആവശ്യങ്ങൾ ആയിരിക്കും. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ പലതായിരിക്കും. പക്ഷേ ഈ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ഓർഗനൈസേഷന്റെ ഗോളാണ് എല്ലാവരും കൂടെ ചേർന്ന് അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. മാനേജ്മെന്റ് ഒരു ഡൈനാമിക് ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത്. അതായത് പല പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ ആൻഡ് ഹാസ് ടു അഡാപ്റ്റ് ഇറ്റ് സെൽഫ് ടു ദ ചേഞ്ചിങ് എൻവയോൺമെന്റ്. അപ്പോൾ നമ്മുടെ എൻവയോൺമെന്റിൽ വരുന്ന അല്ല മീൻസ് ഒരു ബിസിനസിന്റെ എൻവയോൺമെന്റിൽ വരുന്ന വ്യത്യാസങ്ങളെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റണം. ആൻ ഓർഗനൈസേഷൻ ഫങ്ഷൻസ് ഇൻ സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. അപ്പോൾ ഏത് സാഹചര്യം ഉണ്ടായാലും നമ്മുടെ പൊളിറ്റിക്കലോ സോഷ്യലോ അല്ലെ എക്കണോമിക്കലോ ലീഗലോ വ്യത്യാസം വരുമ്പോഴും നമുക്ക് ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഡയറക്ട്ലി മാർക്കറ്റിങ്ങിന് പല സ്ഥാപനങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഉപയോഗിച്ചു. അപ്പൊ ഇതാണ് അതിനൊരു എക്സാമ്പിൾ. കാരണം ഇമ്മീഡിയറ്റ്ലി അത്തരം ഒരു സാധ്യത ചൂസ് ചെയ്യാൻ സ്ഥാപനങ്ങൾക്ക് പറ്റണം. അതുകൊണ്ടാണ് ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.